നമസ്കാരം. വീട്ടുകാർ നിശ്ചയിച്ച വിവാഹത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് യുകെയിലെത്തിയതെന്ന് അവകാശപ്പെട്ട മലയാളി വിദ്യാർത്ഥിനി ഇപ്പോൾ നാടുകടത്തലിന്റെ ഭീതിയിൽ. യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയെ പിരിച്ചുവിട്ടതിനെ തുടർന്നാണിത്. യൂണിവേഴ്സിറ്റി ഓഫ് ഹെർട്ട്ഫോർഡ്ഷയറിൽ നിന്നും 2ാം വർഷ BSc ഫാർമസ്യൂട്ടിക്കൽ വിദ്യാർത്ഥിനിയായ ഗായത്രി മണികണ്ഠനാണ് ഹോം ഓഫീസ് സ്റ്റുഡന്റ് വിസ റദ്ദാക്കിയതിനെ തുടർന്ന് നാടുകടത്തൽ ഭീഷണി നേരിടുന്നത്. കോഴ്സിൽ മതിയായ ഹാജർ ഇല്ലാത്തതിനാലായിരുന്നു ഗായത്രിയെ കോഴ്സിൽ നിന്നും നീക്കം ചെയ്തത്. എന്നാൽ ഇത് തെറ്റാണെന്നും ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഒരു സപ്പോർട്ട് പ്ലാൻ യൂണിവേഴ്സിറ്റി സമ്മതിച്ചിരുന്നതാണെന്നും ഗായത്രി പറയുന്നു. യൂണിവേഴ്സിറ്റിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ പോലും ഗായത്രി പഠനത്തിൽ സജീവമാണെന്ന് രേഖാമൂലം എഴുതി നൽകിയിട്ടുണ്ട്. അവരെ കോഴ്സിലേക്ക് തിരിച്ചെടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ടും യൂണിവേഴ്സിറ്റി ഇവരെ തിരിച്ചെടുക്കാൻ വിസമ്മതിച്ചതോടെയാണ് ഗായത്രിക്ക് യുകെയിൽ നിയമപരമായി തുടരാനുള്ള അവകാശത്തിനായി ആവശ്യമുള്ള രേഖകൾ സമാഹരിക്കാൻ നിർബന്ധിതയായത്. ഫാർമസ്യൂട്ടിക്കൽ പഠനത്തിനായി യുകെയിലെത്തിയ ഗായത്രി തന്റെ 1ാം വർഷം വിജയകരമായി പൂർത്തിയാക്കിയതാണ്. അതിനിടെ ഇവർക്ക് എത്തിഫാം എന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി ലഭിച്ചെങ്കിലും ആരോഗ്യപരമായ കാരണങ്ങളാൽ അത് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല എന്നവർ പറയുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ന്യൂറോളജിയുമായി ബന്ധപ്പെട്ട ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഗായത്രി അലട്ടുന്നുണ്ടെന്നും പറയുന്നു. 2ാം വർഷത്തിൽ ഈ പ്രശ്നം ഗുരുതരമാവുകയും 2025 ഒക്ടോബറിൽ ല്യൂട്ടൺ ആൻഡ് ഡൺസ്റ്റേബിൾ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടതായും ഇവർ പറയുന്നു. ആശുപത്രിയിൽ തുടരണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടെങ്കിലും കോഴ്സ് തുടരേണ്ടതിനാൽ സ്വയം ഡിസ്ചാർജ് വാങ്ങി പോവുകയായിരുന്നു. പിന്നീട് അതേ വർഷം തന്നെ ഡിസംബറിൽ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടപ്പോഴും താൻ അസൈൻമെന്റുകളെല്ലാം തന്നെ സബ്മിറ്റ് ചെയ്തതായും ഗായത്രി അവകാശപ്പെടുന്നു. ഡിസംബറിൽ ഏതാണ്ട് ഒരു മാസക്കാലം മുഴുവൻ തന്നെ താൻ ആശുപത്രിയിലായിരുന്നുവെന്നും ആശുപത്രിയിൽ താൻ പഠനം തുടരുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു. ഇതെല്ലാം മനസ്സിലാക്കിയാണ് 2026 മാർച്ചിൽ തന്നെ സഹായിക്കുന്നതിനായി ഒരു പ്രത്യേക സ്റ്റഡി ആക്ഷൻ പ്ലാൻ യൂണിവേഴ്സിറ്റി തന്നെ മുന്നോട്ട് വെച്ചത്. പിന്നീട് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇവരെ യൂണിവേഴ്സിറ്റി പിരിച്ചുവിടുകയായിരുന്നു. അധികം വൈകാതെ ജൂലൈ മുതൽ ഗായത്രിയുടെ വിസ റദ്ദ് ചെയ്യുന്നതുമായ അറിയിപ്പ് ഹോം ഓഫീസിൽ നിന്നും ലഭിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ തിരികെ ചെന്നാൽ തന്റെ ചികിത്സ തുടരാൻ കഴിയില്ലെന്നാണ് ഗായത്രി അറിയിക്കുന്നത്. എന്നാൽ അതിനേക്കാൾ ഗുരുതരമായ കാര്യം ഇന്ത്യയിൽ താൻ സുരക്ഷിതയല്ലെന്ന തോന്നലാണ് തന്നെ യുകെയിലേക്ക് തിരിക്കാൻ പ്രേരിപ്പിച്ചെന്ന ഗായത്രിയുടെ വാക്കുകളാണ്. തന്റെ കുട്ടിക്കാലത്ത് താൻ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നവർ പറഞ്ഞു. മാത്രമല്ല, താൻ മടങ്ങിച്ചെന്നാൽ തന്റെ ഇഷ്ടത്തിന് വിപരീതമായി വീട്ടുകാർ നിശ്ചയിച്ച് വിവാഹം കഴിക്കാൻ നിർബന്ധിതയാകും. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് താൻ പഠിക്കാനായി വിദേശത്തേക്ക് തിരിച്ചതെന്നും അവർ പറഞ്ഞു. ഏതായാലും ഈസ്വർത്തിങ് MP ടോം റൂട്ട്ലാൻഡിന്റെ ഇടപെടൽ മൂലം വരുന്ന സെപ്റ്റംബർ മുതൽ 2ാം വർഷ കോഴ്സ് തുടരാമെന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കൺഫർമേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഫോർ സ്റ്റഡീസ് നൽകിയിട്ടില്ല. ഇത് ലഭിച്ചാൽ മാത്രമേ യുകെയിൽ നിന്നുകൊണ്ട് തന്നെ സ്റ്റുഡന്റ് വിസയ്ക്ക് അപേക്ഷിക്കാൻ ഗായത്രിക്ക് കഴിയൂ. അതല്ലെങ്കിൽ തിരികെ ഇന്ത്യയിൽ എത്തിയതിനു ശേഷം വീണ്ടും സ്റ്റുഡന്റ് വിസയ്ക്കായി അപേക്ഷിക്കേണ്ടി വരും. ഈ വിഷയത്തെക്കുറിച്ച് പരസ്യ പ്രതികരണത്തിന് യൂണിവേഴ്സിറ്റി ഇതുവരെ തയ്യാറായിട്ടില്ല. അതേസമയം ഇഷ്ടമില്ലാത്ത വിവാഹത്തിൽ നിർബന്ധിക്കുമെന്നത് തന്നെ അഭയത്തിനുള്ള അപേക്ഷ നൽകാൻ മതിയായ കാരണമാണെന്നും ഈ രംഗത്തുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഹാജരില്ലാത്തതിന്റെ പേരിൽ ആണ് ഒരു വിദ്യാർത്ഥിനിയെ യൂണിവേഴ്സിറ്റി പുറത്താക്കുന്നത്. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന വ്യക്തമായ തെളിവുകൾ നൽകിയതോടുകൂടി പ്രശ്നം പരിഹരിക്കപ്പെടുകയാണെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.